അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ലുബിനാസ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല അടിപൊളി പൊരിച്ച് കൊണ്ടുവന്ന ബീഫുണ്ട്. അപ്പോൾ അതായിട്ടൊരു വരട്ട് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാളയിലേക്ക് അതുപോലെ തന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. ഞാൻ ഓൾറെഡി ചതച്ചത് പൊരിച്ചിട്ടാണ് അവിടുന്ന് കൊണ്ടുവന്നത്, ബീഫിലിട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് തക്കാളിയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ വഴറ്റാം. തക്കാളി ഒന്ന് ആയി വരുന്ന ടൈം ആകുമ്പോൾ നമുക്കതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഇതൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഫ്രോസൺ ചെയ്തിട്ടുള്ള ബീഫാണ് കേട്ടോ. ആ ബീഫും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഫ്രോസൺ ചെയ്തുകൊണ്ടാണ് അതിൽ നിന്ന് ആവി ഇങ്ങനെ പൊങ്ങി വരുന്നത്. ഇനി നല്ലതുപോലെ തിളക്കാൻ മാറ്റി വയ്ക്കുക. തിളച്ച് കഴിഞ്ഞപ്പോൾ നമുക്കിതിലേക്ക് മല്ലിച്ചപ്പ് കൂടി ഇട്ടാൽ മതി. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, പൊരിക്കുമ്പോൾ തന്നെ എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്നാൽ അത്രയേ ഉള്ളൂ, നമ്മളെ ബീഫ് റെഡി.